ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ വെൽനസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷോൾഡറിനെ കുറിച്ചാണല്ലോ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഷോൾഡറിന് താഴോട്ട് എന്തൊക്കെ ജോയിൻസിനാണ് ഇതുപോലെ ഓർത്തോപെഡിക് കണ്ടീഷൻസ്? നമുക്ക് ഷോൾഡറിന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൽബോ ഉണ്ട്, ഫോറാം ഉണ്ട്, പിന്നെ റിസ്റ്റ് ആൻഡ് ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജോയിൻസിനെ കുറിച്ച് സംസാരിക്കും. അതല്ലാതെ മസിൽസ് ഉണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പല ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുള്ള. അപ്പോൾ ഈ മസിൽ സ്ട്രെയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മസിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പല മസിൽസ് ഉണ്ടല്ലോ. അപ്പോൾ പല മസിൽസിനും സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. ആ സ്ട്രെയിൻ എന്ന് ബേസിക്കലി പറയുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയോ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അത് റെഗുലറായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ചെയ്യുമ്പോഴത്തേന് അതിനൊരു സ്ട്രെയിൻ വരും. അതിനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് വേദന കാണും. ചിലപ്പോൾ സ്ട്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു സോർനെസ് മാത്രമായിരിക്കാം. സോർനെസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന വ്യക്തി ഒത്തിരി നാൾ എക്സസൈസ് ചെയ്യാതെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ആ എക്സസൈസ് ചെയ്ത മസിൽസിന് മാത്രമായിട്ടൊരു വേദന വരും. അപ്പോൾ അതിന് സോർനെസ് എന്ന് പറയും, മസിൽ സോർനെസ്. അതൊരു ഫിസിയോളജിക്കൽ ചേഞ്ച് കാരണം വരുന്ന ഒരു പ്രക്രിയയാണ്. അത് കാരണം വരുന്ന ഒരു പ്രോസസ്സാണത്. സോ ആ സ്ട്രെയിന്, അത് സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് സ്ട്രെയിനായിട്ട് മാറും. എന്ന് വെച്ചാൽ ചില ഇൻറ്റേർണലായിട്ടുള്ള ചില ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെയിൻ ആവും. അല്ലെങ്കിൽ അതൊരു നോർമൽ പ്രോസസ്സ് ഓഫ് സോർനെസ് ആയിരിക്കും. ആ സോർനെസ് വന്നു കഴിഞ്ഞാൽ അതൊരു 2-3 ദിവസം എടുക്കും അത് ഹീലാകാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ മസിൽ സോർനെസ് വന്നാൽ അത് ഒത്തിരി ഇട്ട് തിരുമയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യാനോ പാടില്ല. കാരണം അതങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഓൾറെഡി സ്ട്രെയിൻ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ല. സോ കഴിവതും അത് റിലാക്സ്ഡ് ആയിട്ട് വിടുക. അല്ലെങ്കിൽ ഹോട്ട് ഫെർമെൻറ്റേഷൻ നല്ലതായിരിക്കും. ഈ ഒന്ന് ചൂട് പിടിക്കുന്നത് നല്ലതായിരിക്കും ആ സ്ഥലത്ത്. ടോളറബിൾ ഹീറ്റിന് ചൂട് പിടിച്ചാൽ അടുത്ത ദിവസം ഇച്ചിരി കൂടെ ആശ്വാസം കിട്ടും. സോ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി, പെയിൻ്റെ ഇൻറ്റൻസിറ്റി, സോർനെസ്സിൻ്റെ ആ ഇൻറ്റൻസിറ്റി എല്ലാം ഒന്ന് കുറഞ്ഞു വരും. ചില സമയത്ത് ഈ ആ ഇഞ്ചുറി കാരണം അകത്തൊരു ചെറിയ രീതിയിലുള്ള ഒരു സ്വെല്ലിങ് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതും ഹീലായി കിട്ടും ഇത് കാരണം. സോ ഈ സോർനെസ് എന്ന് പറയുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ എക്സ്പെക്റ്റഡ് ചേഞ്ചാണ്. സോ നമ്മൾ ആ ഒരു രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകും. പിന്നെ പെയിന് വളരെ അധികമാണ്, നമ്മുടെ ചെയ്ത ആക്ടിവിറ്റി ഒത്തിരി കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ഡോക്ടറിനെ സമീപിച്ച് ഫിസിഷ്യനെ സമീപിച്ച് അതിന് വേണ്ടിയതായ മെഡിക്കേഷനും നമുക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഡോക്ടേഴ്സ് ചില സമയത്ത് അതിനുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള ഓയിൻമെൻ്റ് ഒക്കെ തരും. അതും നമുക്ക് യൂസ് ചെയ്യാം. സാർ, അതുപോലെ ഈ ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ടെൻഡൻ എന്ന് പറയുന്നത് മസിലിനെയും അസ്ഥിയെയും കൂടെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഒരു മസിൽ എന്ന് പറയുന്നത് ബോണിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ബോണിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ മസിൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്ത് അറ്റാച്ച് ചെയ്യുന്ന ആ കോമ്പോണൻറ്റിനാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മസിൽ കൺട്രാക്റ്റ് ആകുമ്പോഴോ അത് മസിൽ ചുരുങ്ങുമ്പോൾ ഉള്ള ആ ഫോഴ്സ്, അത് പുള്ളി ചെയ്യുന്ന ഫോഴ്സ് ബോണിലോട്ട് വരുന്നത് ഈ ടെൻഡൻ വഴിയാണ്. സോ അവിടെ ആ ടെൻഡന് എക്സസീവ് സ്ട്രെയിൻ വരുമ്പോൾ എഗെയിൻ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് അത് പല തവണയായിട്ട് ചെയ്യുമ്പോൾ ആ ടെൻഡനിലോട്ടും ആ പ്രോബ്ലം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ടോപ്പിക് മസിൽ സ്ട്രെയിനിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തുണി ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഏജിങ്ങിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ വീട്ടിൽ തുണി കഴുകുന്നത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്താണെന്ന് വെച്ചോ. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവർ പ്രത്യേകിച്ച് ഓണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമുള്ള ഫങ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പട്ട് സാരി അല്ലെങ്കിൽ ഓണത്തിൻ്റെ സാരി, ഓണത്തിന് ഉടുക്കുന്ന സാരി, അതുപോലെ തന്നെ വെള്ളമുണ്ട്,
അല്ലെങ്കിൽ പട്ടുമുണ്ട്. ആ മുണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യുമ്പോൾ അപ്പോൾ അന്നേരം അവർ ചിലപ്പോൾ അത് മെഷീൻ വാഷ് ചെയ്തില്ല, കൈ കൊണ്ട് വാഷ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു 3-4 മുണ്ട് 2 സാരിയൊക്കെ ഒരുമിച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് അലക്കി ഒലച്ചെടുത്ത് ഒലച്ച് പൊക്കുക, അതുപോലെ തന്നെ അത് പിഴിയുക. ഇതൊക്കെ ഒരു സാധാരണ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ഇത്രയും നാൾ മെഷീനിലാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു റിക്വയർമെൻറ്റ് കാരണം, ആവശ്യം കാരണം അത് കൈ കൊണ്ട് വാഷ് ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു നനഞ്ഞ വെള്ളത്തിൽ കിടക്കുന്ന നനഞ്ഞ മുണ്ടോ സാരിയോ പൊക്കുമ്പോഴത്തേനും അതിൻ്റേതായ ഭാരമുണ്ട്, ഹെവിനെസ് ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് കൂടുതലായിരിക്കും, ഒത്തിരി ഇട്ട് ഒലച്ച് കഴുകി കാണും. സോ അങ്ങനെ കഴുകി പിഴിയുമ്പോഴത്തേന് നമ്മുടെ എൽബോ ആയാലും ശരി, ഈ എൽബോ കണക്ട് ചെയ്യുന്ന മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ പിഴിയാനായിട്ട് തിരിക്കാൻ ഉപയോഗിക്കുന്ന മസിൽസ് ഉണ്ട്. സോ ഈ ഫോറമിൽ ആ മസിൽസ് എല്ലാം അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അവിടെ നല്ല വേദനയായിരിക്കും. അത് പ്യുവർലി ഒരു മെക്കാനിക്കൽ മസിലിൻ്റേതായ മെക്കാനിക്കൽ യൂസ് കാരണം വന്ന ഒരു സോർനെസ് ആണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരുപക്ഷെ അത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടും അത് മാറുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റോ അതിന് അടുത്ത എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കത് ഹോട്ട് ഫെർമെൻറ്റേഷൻ വെച്ച് തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും കാരണം കൊണ്ട് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിസിഷ്യനെ കാണുക, അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റിന് സജഷൻസും ഹെൽപ്പും ഡോക്ടറിൻ്റെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. സാർ, ഇപ്പോൾ ഈ ജോയിൻറ്റിന് വരുന്ന ആർത്രൈറ്റീസ്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ്? ആർത്രൈറ്റിസ് ബേസിക്കലി ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ജോയിൻറ്റിനും ഒരു കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആർട്ടിക്കുലർ കാർട്ടിലേജ് ഉണ്ട്. ഒരു ജോയിൻ്റ് എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ കൂടി മുട്ടുന്ന ആ സ്ഥലത്ത്, 2 അസ്ഥികൾ കൂടി മുട്ടുന്ന ആ സ്ഥലത്തിനാണ്, ഏറ്റുമുട്ടുന്ന സ്ഥലത്തിനാണ് ഈ ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കവറിങ് ദൈവം നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ആ 2 ജോയിൻ്റ് 2 സൈഡിലും കവറിങ് കൊടുത്തിട്ടുണ്ട്. കവറിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് അതിന് തേയ്മാനം പറ്റുമ്പോഴാണ് ആ കണ്ടീഷനെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് തേയ്മാനം പറ്റാൻ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ പണ്ടുണ്ടായ ഒരു ഫ്രാക്ചർ മൂലമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയി അത് താഴെ വീഴുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെവി സപ്പോർട്ട് എടുക്കുമ്പോൾ അത് പോയി ഇടിച്ച് അത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ വരുന്ന ഒരു ചേഞ്ചിനാണ് ആ ചേഞ്ച് മൂലമാണ് അവിടെ ആർത്രൈറ്റിസ് സ്റ്റാർട്ടാവുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ പണ്ടുണ്ടായ ഒരു ഡാമേജ് കാരണം വീണ്ടും അത് പറയുമ്പോൾ അത് അഗ്രവേറ്റ് ആക്കാം. അല്ലെങ്കിൽ ഈ ചില സമയത്ത് ഈ നമ്മുടെ ഈ ജോയിൻസിൻ്റെ മസ്കുലർ ഫോഴ്സസിൻ്റെ ഇംബാലൻസ് കാരണവും ആർത്രൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. സോ ആർത്രൈറ്റിസ് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് അഡ്രസ്സ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പ്രായമാവുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത്. ഇത് ലേറ്റ് 40s അല്ലെങ്കിൽ 50 സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇങ്ങനെ ജോയിൻറ്റിൽ സൗണ്ട് വരുന്നു. ആദ്യം വേദന ആയിരിക്കത്തില്ല വരുന്നത്, കാരണം ഈ ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ വേദന റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റാസ് ഇല്ല. അവിടെ കൂടുതൽ നമുക്ക് ടച്ചിനുള്ള റിസപ്റ്റാസാണ് ഉള്ളത്. അപ്പോൾ ഈ വേദന അവിടെ അറിയത്തില്ല, അതുപോലെ അത് കിടന്ന് ഉരയുമ്പോൾ നമ്മൾ സൗണ്ട് വെച്ചേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് സൗണ്ട് വരും, അല്ലെങ്കിൽ അകത്ത് ഈ ക്രീക്കിംഗ് സൗണ്ട്സ് വരുന്നെന്ന് പറയും. സോ അങ്ങനെയുള്ള സൗണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് സ്മൂത്തായിട്ടല്ലല്ലോ ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. സോ അത് എന്തുകൊണ്ടായിരിക്കാം എന്നും പറഞ്ഞിട്ട് അതിനൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടാലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അദ്ദേഹം അതിനായിട്ടുള്ള എക്സസൈസ് തരും. ബേസിക്കലി അതൊരു മസ്കുലർ ഇംബാലൻസിൻ്റെ ഇഷ്യൂ ആണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ആൾക്കാർ ഒരു വേദന വന്നില്ലെങ്കിൽ പിന്നെ ഡോക്ടറുടെ അടുത്ത് പോകത്തില്ല, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോകത്തില്ല. അപ്പോൾ വേദനയാണ് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ഫോർ ഗോയിങ് ടു ദ ഡോക്ടർ. സാധാരണ രീതിയിൽ നമുക്കങ്ങനെ സൗണ്ട് വരുന്നത് സാധാരണമല്ലല്ലോ, അത് അസാധാരണമായ ഒരു സംഭവമാണ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ഇങ്ങനൊരു സൗണ്ട് വരുന്നുണ്ട്, ചില ദിവസങ്ങളിൽ ഞാൻ തറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുത്തിയിരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്കിതുപോലെ സൗണ്ട് വരുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കാം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും, യൂസ്ഫുള്ളായിരിക്കും. കാരണം ആ ചെറിയ കറക്ഷൻ ആയിരിക്കും പറഞ്ഞു തരുന്നത്. ആ കറക്ഷൻ നമുക്ക് മനസ്സിലായിട്ട് ആ വ്യക്തി അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രായമായാലും ജോയിൻസ് ഹെൽത്തി ആയിട്ടിരിക്കും.
സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് അവിടെ ഉണ്ടാവും. സോ അങ്ങനെ ആ രീതിയിൽ ആർത്രൈറ്റിസ് അവോയ്ഡ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പക്ഷേ വൺസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം, മറ്റേ മസ്കുലർ ഇംബാലൻസ് കാരണമാണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്യാം. അല്ലാതെ ആർത്രൈറ്റിസ് ആ ജോയിൻറ്റിൻ്റെ തേയ്മാനം ഒത്തിരി നടന്നു കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതാണ്. വേറെ കണ്ടീഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർത്രൈറ്റിസ് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്പർ ലിമ്പിൽ ഷോൾഡറിന് താഴോട്ട് ചിന്തിക്കുകയാണെങ്കിൽ മസിൽ സ്ട്രെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മസിൽ സോർനെസ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ റിസ്റ്റിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിസ്റ്റിൽ നമുക്ക് ഡിക്കർവെൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഡിക്കർവെൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഈ തമ്പിലോട്ട് പോകുന്ന ടെൻഡൻസിന് അല്ലെങ്കിൽ മസിൽ അല്ലെങ്കിൽ ടെൻഡനസ് സ്ട്രക്ചേഴ്സ് അതുമൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ഡിക്കർവെൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതലും ഗ്രിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഗ്രിപ്പ് ചെയ്തിട്ട് ഈ താഴോട്ട് ഉണ്ടാക്കുന്ന ഈ മൂവ്മെൻറ്റ് ഇതുമൂലം വരുന്നതാണ് ഈ ഡിക്കറൻസ് ഡിസീസ്. അത് ഈ വേദന ഈ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും, കൈയുടെ വെളി ഭാഗത്ത്, റിസ്റ്റിൻ്റെ ഔട്ടർ സൈഡായിട്ട്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സൈഡിൽ വരുന്ന ഒരു പ്രോബ്ലമാണിത്. സോ ഈ ഇവിടെ വരുന്ന ഒരു സംഭവമാണ്. അത് എപ്പോഴാണ് വേദന കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൈ പിടിച്ചുകൊണ്ട് നമ്മൾ കൈ അകത്തോട്ട് തിരിക്കുമ്പോൾ അന്നേരമാണ് ആ വേദന വരുന്നത്. സോ അങ്ങനെ ഒരു വേദന വരുന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി ഒരു ഡോക്ടറിനെ കാണണം. എന്നിട്ട് അതിന് വേണ്ടിയതായ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ചില ഡോക്ടേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തും പറഞ്ഞു വിടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അത് ഇനിഷ്യൽ സ്റ്റേജിലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് ബെറ്റർ ആയിരിക്കും. സാർ, ഈ ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് എന്താണ്? അതെ, നമ്മുടെ റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് കാണുമ്പോൾ ഇത് ഒറ്റ ജോയിൻ്റ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ളൊരു എക്സ്റേ അല്ലെങ്കിൽ റേഡിയോഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഫോറാമിൻ്റെ ഈ ബോൺ കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഇവിടെ ചെറിയ 8 അസ്ഥികളാണ് ഉള്ളത്. വളരെ ചെറിയ 8 ബോൺസാണുള്ളത്. സോ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും ഡൈനാമിക്സുമാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലിഗമെൻറ്റ്സ് അതിനെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നതായ ലിഗമെൻറ്റ്സ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അതിൻ്റേതായ ഇടയ്ക്ക് വേറെ പല സോഫ്റ്റ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ചില സമയത്ത് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഈ ചെറിയ എയർ ഫീൽഡ് ഓർ വാട്ടർ ഫീൽഡ് സാക്ക് പോലെ പുറത്തോട്ട് ചാടി നിൽക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കൈയുടെ ഈ പത്തിക്ക് മേൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു സ്വെല്ലിങ് ഇങ്ങനെ നിൽക്കും. നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് പോകും. അതേ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് ചാടി നിൽക്കും. ചിലർക്ക് അത് പെയിൻഫുള്ളായിരിക്കും, ചിലർക്ക് ഇവിടെ വേദനയൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നെന്ന് പറയും. അതേസമയത്ത് ചിലർക്കത് അവിടെ ഭയങ്കര വേദന അനുഭവപ്പെടും. സോ പലർക്കും പല രീതിയിലാണ് അത് അഫക്റ്റ് ആവുന്നത്. സോ സാധാരണ രീതി വേദന ഇല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാണ് ആൾക്കാർ. ഒരുപക്ഷെ വേദന വരികയാണെങ്കിൽ നമ്മൾ ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസൊക്കെ അവർ പറഞ്ഞു തരും. ചില കേസുകളിൽ അത് റിവേഴ്സ് ആകുകയും ചെയ്യാറുണ്ട്. പെട്ടെന്ന് അത് തന്നെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് പോകുന്നുണ്ട്, അത് കാണുന്നില്ല, അത് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, അത് പോയെന്ന് പറയും. അങ്ങനെയുള്ള കേസസും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. അത് വേദന പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ഗാംഗ്ലിയോൺ ആണോ എന്നും ആദ്യം നമ്മളത് കൺഫേം ചെയ്യണം. സോ അതിനെപ്പോഴും നമ്മളൊരു ഓർത്തോപെഡിഷനെ കണ്ട് അത് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചിലപ്പോൾ ആ ഗാംഗ്ലിയോൺ വന്നു കഴിഞ്ഞാൽ എൻഡ് റേഞ്ച് മൂവ്മെൻറ്റ്സും റെസ്ട്രിക്റ്റ് ആകും. നമ്മളൊരു ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ ഈ മാവ് കുഴയ്ക്കുക അല്ലെങ്കിൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുക അല്ലെങ്കിൽ ബാക്കി കൈ കൊണ്ട് ചെയ്യുന്ന ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അതൊരു തടസ്സമായിട്ട് മാറും. അല്ലെങ്കിൽ തുണി പിഴിയുമ്പോൾ തുണി ഹാർഡായിട്ട് പിഴിയാനായിട്ട് പിടിക്കുമ്പോൾ അതെല്ലാം ഒരു ചിലപ്പോൾ പിന്നീട് അത് വേദനയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് ആദ്യം തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഈ ഗ്രിപ്പിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന വേറെ കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിലോട്ട് വരുന്ന ടെൻഡൻസ്, ഈ ഓരോ ആക്ഷൻ, അതായത് നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഓരോ ആക്ഷന് ഈ ഓരോ ജോയിൻ്റ് ഉണ്ട് ഈ കയ്യിലൊക്കെ. അപ്പോൾ ഓരോ ജോയിൻറ്റിനും അതിൻ്റേതായ മസിലും ടെൻഡനും ഉണ്ട്. ആ മസിലുണ്ട്, ആ ടെൻഡൻ ഇവിടെ ഇൻസേർട്ട് ആകും, ചില ടെൻഡൻസ് ഇവിടെ ഇൻസേർട്ട് ആകും, ചില ടെൻഡൻസ് ഇച്ചിലൂടെ താഴോട്ട് പോകും. അപ്പോൾ ആ 2 ടെൻഡനും ഓരോ ഷീറ്റ് വെച്ചുണ്ട്, അതിനൊരു കവറിങ് ഉണ്ട്.
ചില സ്ഥലത്ത് ആ കവറിങ് നാരോ ആകും. അത് ഒരുപക്ഷെ വീണ്ടും നമ്മൾ എവിടെയെങ്കിലും പോയി കൈ ഇടിച്ചത് കാരണമായിരിക്കാം. അതിന് പല റീസൺസ് ഉണ്ട്. അത് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഷീറ്റ് നാരോ ആവുക ആണെങ്കിലോ അല്ലെങ്കിൽ ആ ടെൻഡൻ തന്നെ സ്വെല്ലിങ് ആയാൽ ഈ ഷീറ്റും ടെൻഡനും തമ്മിലൊരു ഫ്രിക്ഷൻ കാണും. അവിടെ ഒരു ചെറിയ സ്വെല്ലിങ് പോലെ ആ ടെൻഡനിൽ നിൽക്കും. അപ്പോൾ ആ ടെൻഡനിൽ സ്വെല്ലിങ് പോലെ വരുമ്പോഴത്തേന് ഈ ഷീറ്റിൻ്റെ അകത്ത് ആ ടെൻഡൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ് അഫക്റ്റ് ആവും. അപ്പോൾ അവിടെ ഒരു തടസ്സം പോലെ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് ആ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കൈ മടക്കാൻ പറ്റും. പക്ഷെ നീട്ടാൻ ശ്രമിക്കുമ്പോൾ എല്ലാ വിരലും നീളും, ഇത് മാത്രം ഇങ്ങനെ നിൽക്കും. ആ പ്രോബ്ലം ഉള്ള വിരലും മാത്രം ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ അത് ഒത്തിരി ശ്രമിച്ചു കഴിയുമ്പോഴത്തേന് ടക്കെന്ന് ഇങ്ങനെ പെട്ടെന്നായിരിക്കും അത് തുറന്നു വരുന്നത്. സോ അതിന് നമ്മൾ ട്രിഗർ ഫിംഗർ എന്ന് പറയും. ട്രിഗർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു തോക്കിൻ്റെ ആ കാഞ്ചി വലിക്കുക എന്ന് പറയത്തില്ല, അതിനാ ട്രിഗർ എന്ന് പറയുന്നത്. പിടിച്ച് വലിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു സഡൻ എഫക്റ്റ് അല്ലേ. സോ അതിനാണ് പറയുന്നത്. അത് ഇങ്ങനെ നീട്ടി വരുമ്പോഴത്തേന് അവിടെ നിൽക്കും, പെട്ടെന്നായിരിക്കും അത് ടക്കെന്ന് തുറന്നു വരും. സോ അതിന് ട്രിഗർ ഫിംഗർ എന്ന് പറയും. ഇതേ കണ്ടീഷൻ തമ്പിനും വരാം, കട്ടവരലിലും വരാം. അതിന് ട്രിഗർ തമ്പെന്ന് പറയും. സോ അത് ബേസിക്കലി ചിലർ പറയുന്ന ഒരു ഓവർ യൂസ് ആയിട്ടും വരും, ചിലർക്ക് അത് ഓവർ യൂസ് സിൻഡ്രോമായിട്ട് വരും. അധികമായിട്ട് യൂസ് ചെയ്തുകൊണ്ടും വരാൻ സാധ്യതയുണ്ട്. ചിലർക്കത് ട്രോമ, ഏതെങ്കിലും ഒരു ഇഞ്ചുറി കാരണം വന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമായിരിക്കും, നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഷാർപ്പല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓബ്ജക്റ്റ്, മെറ്റൽ ഓബ്ജക്റ്റ് പോയി കൈ ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വേദന കാണും. നമ്മളത് തിരുമ്മി അത് മാറ്റും. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടായിരിക്കും, കോൺസിക്വൻസ് ആയിട്ടായിരിക്കും അവിടെ പിന്നെ ഒരു തടിപ്പ് വരുന്നത്. ആ തടിപ്പായിരിക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഫിസിയോതെറപ്പിയിൽ അൾട്രാസൗണ്ട് കൊടുക്കും. അൾട്രാസൗണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് മയോഫേഷ്യൽ റിലീസും കൊടുക്കും, അല്ലെങ്കിൽ ട്രിഗർ റിലീസ് കൊടുക്കും. അതിൽ ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഓർത്തോപെഡിഷനെ കണ്ടിട്ട് അതിന് അടുത്ത സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സാർ, ഇത് വർക്ക് റിലേറ്റഡ് ആയിട്ട് വരും, കൂടുതൽ സിസേഴ്സ് ഒക്കെ യൂസ് ചെയ്തതുകൊണ്ട് അങ്ങനെയൊക്കെ വരും? അങ്ങനെയും വരാം. ഞാൻ പറഞ്ഞല്ലോ ഓവർ യൂസ് ആണ്. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് വരാം. വർക്ക് റിലേറ്റഡ് ആയിട്ട് വരാം, പ്ലസ് ആ ജോലി കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിലും വരാം. കറക്റ്റായിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യേണ്ട രീതി, ഹെൽത്തി ആയിട്ടുള്ള രീതിയുണ്ട്. അത് ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം വരത്തില്ല. അതും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൈയുടെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ വളരെ ഡൈവേഴ്സാണ്. നമ്മൾ ഒരു കൈ പല കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ആക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് പറഞ്ഞ ഡീക്രവൻസ്, ഇപ്പോൾ ഈ സിസർ യൂസ് ചെയ്യുക, സിസർ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ, ഇപ്പോൾ ഒരു ടൈലർ ആണെങ്കിൽ, തുണി തയ്ക്കുന്ന ആളാണെങ്കിൽ സിസർ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ കൈ ഇങ്ങനെ ന്യൂട്രലിൽ പിടിക്കാം. അതേസമയം നമ്മൾ കൈ ഇച്ചിരി ചരിച്ച് താഴോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ സ്ട്രെയിൻ വരികയാണ്. ഈ ടെൻഡനെ വലിച്ചു പിടിച്ചുകൊണ്ടാണ്, സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ എടുക്കുന്നത്. സോ അതിന് കൂടുതൽ സ്ട്രെയിൻ വരും. അതേ സമയത്ത് ഒരു ന്യൂട്രലിൽ പിടിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഇമ്പാക്റ്റ് വരുന്നില്ല. അത് ഏതൊരു ആക്ടിവിറ്റി ആയപ്പോലും അത് കഴിവതും ന്യൂട്രലിൽ പിടിക്കണം. പിന്നെ ചിലർ ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ തന്നെ ന്യൂട്രലിൽ പിടിക്കാതെയും, അല്ലെങ്കിൽ നോർമൽ ഫങ്ഷണൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇച്ചിരി പുറയിലോട്ട് തെളിയാണ് റിസ്റ്റിൻ്റെ ഗ്രിപ്പ് പിടിക്കുമ്പോൾ. ഈ മുമ്പോട്ട് ബെൻഡ് ചെയ്ത്, നമ്മൾ ഫ്ലെക്ഷൻ എന്ന് പറയും, മുമ്പോട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് ഗ്രിപ്പ് പിടിക്കാൻ നോക്കുമ്പോൾ നമ്മൾ സാധാരണ രീതി പോലും അത് ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടും. ബാക്കിലും വരും, ഫ്രണ്ടിലും വരും. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. സോ അങ്ങനെ അതൊരു നോർമൽ ആക്ടിവിറ്റി അല്ല. സോ അങ്ങനെ ഇങ്ങനെയുള്ള അഡ്വൈസൊക്കെ നമുക്കൊരു നമ്മുടെ ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിലൊക്കെ പ്രത്യേകിച്ച് ഈ ഹാൻഡ്സിന് വേണ്ടിയുള്ള ഹാൻഡിൻ്റേതായ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പല കാര്യങ്ങളുണ്ട്. സോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതും പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഈ സാധാരണ ഉള്ള ഹാൻഡിൻ്റെ ഫങ്ഷൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ കപ്പാസിറ്റിയെക്കാട്ടിലും 20 to 25% അതിൻ്റെ കപ്പാസിറ്റി കുറയുന്ന റിസർച്ച് പറയുന്നത്. അറൗണ്ട് 20 to 25% ഓഫ് ദ ഹാൻഡ്സ് ഫങ്ഷൻ ഓർ ദ എബിലിറ്റി വിൽ റെഡ്യൂസ്. സോ അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ആ 20 to 25% പോലും വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ ഹാൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ട്രെയിനിങ് മനസ്സിലാക്കിയെടുക്കാം.
പിന്നീട് നമുക്കത് വീട്ടിൽ ചെയ്യണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ റെഗുലറായിട്ട് വരുമ്പോൾ വൺസ് ഇൻ എ വീക്ക് ഹാൻഡിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുകയും ചെയ്യാം. കാരണം ഈ ഹാൻഡിൻ്റെ ഫങ്ഷൻ ഞാൻ പറഞ്ഞില്ല, ഹാൻഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ആക്ടിവിറ്റീസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകിട്ട് ഉറങ്ങുന്നിടം വരെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ കൈ കൊണ്ടുള്ള ഫങ്ഷൻസ് വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്. ലെറ്റ്സ് സേ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് ഷോൾഡറിന് പെയിൻ വന്നു, അതുമൂലം ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ആ വ്യക്തി അത് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ അവിടെ ഷോൾഡർ പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ വലത് കൈ പോലും ആണെങ്കിൽ, ഒരു പ്രായമുള്ള ഒരു വ്യക്തിയുടെ വലത് കൈയാണ്, അദ്ദേഹം വലത് കൈ കൊണ്ട് എല്ലാ ആക്ടിവിറ്റിയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തോളിന് ഒരു പ്രോബ്ലം വന്നു, ഷോൾഡറിന് ഒരു പ്രോബ്ലം വന്നുകൊണ്ട് കൈ പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ പുള്ളിയുടെ ഈ കൈയുടെ ഫങ്ഷൻ, ഫിംഗേഴ്സിൻ്റെ ഫങ്ഷൻ പോലും ലിമിറ്റ് ആവുകയാണ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. പഴയതുപോലുള്ള ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ എല്ലാം കുറച്ചുകൊണ്ട് വരും. അത് പ്രായമായി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് വീണ്ടും നോർമൽ ഏജിങ് പ്രോസസ്സിലുള്ള ഡീകണ്ടീഷനിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാതെ വരുമ്പോഴത്തേനും അതിലൊരു ഡീകണ്ടീഷനിങ് കൂടെ ആഡ് ഓൺ ആകുക. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഷോൾഡറിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഷോൾഡർ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഷോൾഡറിന് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഷോൾഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഷോൾഡറിന് ട്രീറ്റ്മെൻറ്റ് വേണം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയും. അതല്ലാതെ എൽബോ, ഫോർ ആം, റിസ്റ്റ് ആൻഡ് ഹാൻഡ് അതിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചേർത്ത് കൊടുക്കും. കാരണം ഷോൾഡർ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ഭാഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ വരും. അപ്പോഴത്തേനും നമ്മൾ അതിനനുസരിച്ച് ഒരു ആക്ടിവിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഷോൾഡറിൻ്റെ പെയിൻ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ കൈ ഫുൾ റെഡി ആയിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ പിന്നെ അടുത്തത് പിന്നെ എൽബോയുടെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും പോകേണ്ട ആവശ്യം വരരുത്. സോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നേരത്തെ ചോദിച്ചില്ലേ ഈ ആർത്രൈറ്റിസിൻ്റെ കാര്യം. അപ്പോൾ ആർത്രൈറ്റിസിൻ്റെ കാര്യം നമ്മൾ ഇപ്പോൾ എൽബോ ഒക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കും, ഈ ആർട്ടിക്കുലർ കാർട്ടിലേജിൻ്റെ പ്രോബ്ലം ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഫിംഗേഴ്സ്, ഹാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ബാധിക്കുന്ന ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കാര്യമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസും വരാം കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ അനുസരിച്ച്. കാരണം ഇന്നത്തെ ഇതിൽ മൊബൈൽ യൂസേജ് കാരണം ചില ആൾക്കാരൊക്കെ പറയും എനിക്കിവിടെ ഭയങ്കര വേദനയാണെന്ന് പറയും ഈ ഒരു ഏരിയയിൽ. അതായത് നമ്മുടെ ഈ കട്ടവിരലിൻ്റെ ജംഗ്ഷനിൽ, കട്ടവിരലും റിസ്റ്റും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര വേദനയാണെന്ന് പറയും. അത് കൂടുതൽ ഈ മൊബൈൽ യൂസേജ് കാരണം വരാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും എഴുതുന്നവർക്ക് വരും, അല്ലെങ്കിൽ ഈ ഗ്രിപ്പ് പിടിക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് അത് യൂസ് ചെയ്യുന്ന ഫോഴ്സ് അനുസരിച്ച് വരും. സോ അങ്ങനെ വരാവുന്ന കാര്യമാണ്. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പക്ഷേ ഇതിലും വ്യത്യസ്തമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആക്ടിവിറ്റി കാരണം വരുന്നതല്ല, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആക്ടിവിറ്റി കാരണം വരുന്നതാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്നത് ഇറ്റ് ഇസ് മോർ ഓഫ് എ ജനറ്റിക് കോസ്. അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ജനറ്റിക് ചിലപ്പോൾ ഒരുപക്ഷെ ഫാമിലിയിൽ ഇതിനു മുമ്പ് പ്രീവിയസ് ജനറേഷൻ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണും, അവരിൽ നിന്ന് നമുക്ക് അടുത്ത ജനറേഷന് ട്രാൻസ്ഫർ ആയതായിരിക്കാം. സോ അവർക്കത് വന്നു കഴിഞ്ഞാൽ അവിടെ ഡീജനറേഷനെക്കാട്ടിലും കൂടുതൽ സ്വെല്ലിംഗ് ആയിരിക്കും. ഈ ചെറിയ ജോയിൻസ് ഒക്കെ സ്വെല്ലിംഗ് ആയിരിക്കും. അതുപോലെ അതിന് ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. അതൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അതിന് നമുക്കൊരു ഓർത്തോപെഡീഷ്യൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് അടുത്ത് പോകാം. അവർ കണ്ടു കഴിയുമ്പോഴത്തേന് അവർ അതിനുള്ള പല ബ്ലഡ് ടെസ്റ്റും ഉണ്ട്, ആ ടെസ്റ്റ് വഴിയും കൺഫർമേഷൻ ചെയ്യും. സോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. സോ അതിന് എക്സസൈസ് കൊടുക്കാം, പക്ഷേ എക്സസൈസിൻ്റെ രീതി വേറെയാണ്. കാരണം ആ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ജനറ്റിക് ആൻഡ് സിസ്റ്റമിക് ഇഷ്യൂ ആയതുകൊണ്ട് അതിൻ്റേതായ എക്സസൈസ് കൊടുക്കേണ്ട രീതിയുണ്ട്. എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, എക്സസൈസിൻ്റെ സമയവും വേറെയാണ്. അവരൊരു ടൈം കോമ്പണൻ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് രാവിലെ ഭയങ്കര സ്റ്റിഫായിരിക്കും ജോയിൻസ്. അതുപോലെ തന്നെ ഈവനിങ് അവർക്ക് സിസ്റ്റമിക്കായിട്ട് പെട്ടെന്ന് ടയേർഡാകുകയും ചെയ്യും. സോ അതനുസരിച്ച് ഒരു ബാലൻസിൽ വേണം നമുക്ക് എക്സസൈസ് കൊടുക്കാൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും പ്രത്യേകിച്ച് പ്രായമായവർക്ക് അതിൻ്റേതായ ഒരു സ്ട്രെസ് ഫാക്ടറും കാണും. ആ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള മോഡുലേഷൻ എക്സസൈസിലും കൊടുക്കണം. പിന്നെ പ്രായമായവരാണെങ്കിൽ അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
അവർക്ക് ആ എക്സസൈസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറവായിരിക്കും. സോ അവരെ കൂടുതലും എക്സസൈസ് അല്ലാതെ അവരെ ഫങ്ഷണൽ ആക്ടിവിറ്റിയിലായിരിക്കും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം ഹാൻഡിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നമുക്ക് അടുത്തൊരു സെഷനിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. താങ്ക് യു സാർ. ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിച്ചത് ഷോൾഡർ കൂടാതെ ബാക്കി ഏതൊക്കെ ജോയിൻസിനാണ് ആർത്രൈറ്റീസും അതുപോലെ ബാക്കി കണ്ടീഷൻസും വരാൻ സാധ്യതയുള്ളതിനെ കുറിച്ചായിരുന്നു. സാർ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി വരും എപ്പിസോഡിൽ ബാക്കി ഹാൻഡ് ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം.